മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനും മിമിക്രിക്കാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചിട്ടുണ്ടായിരുന്നു. 51 വയസ്സായിരുന്നു താരത്തിന്. ഷൂട്ടിങ്ങിനായി ചേറ്റാനിക്കരയിൽ എത്തിയ നടനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മിമിക്രി താരം, നടൻ എന്നതിലുപരി ഗായകൻ കൂടിയാണ് നവാസ്. ഹൃദയാഘാതമാണ് മരണകാരണം എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ചോറ്റാനിക്കര പോലീസ് എത്തി തുടർ നടപടികൾ പുരോഗമിച്ചു. നടി രജനിയാണ് ഭാര്യ. ഒരു പ്രകമ്പനം എന്ന സിനിമയിലെ അഭിനയത്തിനായി നടൻ ചോറ്റാനിക്കരയിൽ എത്തിയത് ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസമായിരുന്നു അന്നത്. ചോറ്റാനിക്കരയിൽ ഹോട്ടലിൽ മുറിയിൽ വെച്ച് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോഴാണ് നവാസിനെ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എല്ലാ ശാസ്ത്രീയ പരിശോധനയും മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പൂർത്തിയാക്കാൻ ശ്രമിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമായിരുന്നു നവാസിന്റെ മരണകാരണം എന്താണെന്ന് പുറത്തറിയാൻ സാധിച്ചത്. ഹൃദയാഘാതമാണ് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിലെ എല്ലാവരും തന്നെ വളരെയധികം ഞെട്ടുന്ന തരത്തിലായിരുന്നു മലയാളികളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നവാസിന്റെ വിയോഗം. നവാസിന്റെ വിയോഗത്തിൽ മരണകാരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പ്രേക്ഷകരും രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയയിൽ നവാസിന് 51 വയസ്സായിട്ടേ ഉള്ളൂ, അദ്ദേഹം ഇത്രയും പെട്ടെന്ന് ഹൃദയാഘാതം വന്നു പോകാനുള്ള സാധ്യത കുറവാണ് എന്നും ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിലായതുകൊണ്ട് തന്നെ ദുരൂഹത ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രേക്ഷകരും ഒരുപാട് ആരാധകരും രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് സിനിമാ ലോകം ഇന്നും നോക്കിക്കാണുന്നത്. സിനിമാ പ്രേക്ഷകരും സിനിമാ സംവിധായകരും സിനിമാ നടിമാരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സങ്കടമർപ്പിച്ച് ആദരാഞ്ജലി അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി താരങ്ങളെല്ലാം തന്നെ അവരുടെ വിയോഗത്തിൽ പങ്കുചേർന്നു. വളരെയധികം ദുഃഖകരമായ ഒരു ദിവസമായിരുന്നു അന്ന്. നവാസിന്റെ വിയോഗത്തിനുള്ള കാരണം എന്താണെന്ന്, ഹൃദയാഘാതമാണോ എന്ന കാര്യത്തിൽ ഇന്നും സംശയമുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. എന്നാൽ നവാസിന്റെ മരണം ഹൃദയാഘാതമാണ് എന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നവാസ് എന്ന നടനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.